ഞാൻ പറഞ്ഞ മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈനർ പടം. പേരിൽ തന്നെയുള്ള പേട്ട റാപ്പിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്. പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം ഇങ്ങനെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എൻ്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ 2-3 പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്. സോ നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിലൂടെ പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് പാറ്റേൺ. എൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്. എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ്. അദ്ദേഹം അധികം പേരുടെ പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ. വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലർ. മലയാളത്തിൽ നിന്ന് നമുക്ക് രാജീവ് പിള്ളയുണ്ട്, പിന്നെ റിയാസ് ഖാനുണ്ട്, പ്രമോദ് വെള്ളിയനാടുണ്ട്. ഇത്രയും പേരുണ്ട്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമുക്ക് നമ്മുടെ ആക്ടേഴ്സിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അവരെയൊക്കെ മാക്സിമം ഞാൻ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആക്ച്വലി ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡീപ് മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാം മെലോഡിയസ് ആയ സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാക്ക് ചേഞ്ചാണ് ഈ പടം. അതിപ്പോൾ നിങ്ങൾ എൻ്റെ മ്യൂസിക് കേട്ടാൽ മനസ്സിലാവും. ഇമാൻ സാർ എനിക്ക് ഇതുപോലത്തെ മ്യൂസിക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ റെസൊല്യൂഷനാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഔട്ട്പുട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് അയാൾ എൻ്റെ കൂടെയുണ്ട് സ്റ്റിൽ. കാരണം ഇപ്പോഴും എനിക്കൊന്ന് ഫസ്റ്റ് കോപ്പിയൊക്കെ ആയെങ്കിൽ പോലും എവറി ഡേ ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് കിട്ടുന്നുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ ജമ്മ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ എനിക്കൊന്ന് മനസ്സിലാകും. പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പാർക്ക് ലോസ് ആണെന്ന് വെച്ചിട്ടുണ്ട്. പേട്ടറാപ്പ് എന്നുള്ള പേര് ശരിക്കും അതിന് ആപ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞ മാസ്റ്റർ തന്നെ ചോദിച്ചു, ഇത് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ പേരിടാൻ തോന്നിയില്ല എന്ന് തോന്നിയിരുന്നു. അത് ഞാനിട്ടല്ലോ കേട്ടോ. എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പയ്യനുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, തമിഴ്നാട്ടിൽ നിന്നാണ്. അയാളാണ് ശരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് അയാളോട് എന്നും അതിനോട് നന്ദി പറയാറുണ്ട്. കാരണം വിഷ്ണു കണ്ടെന്ന് തോന്നും, വിഷ്ണു ആണ് ആ പേര് ഇത് സജസ്റ്റ് ചെയ്തത്. ഇല്ല, ഞാൻ പറയത്തില്ല, നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഞാൻ അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ.